നോൽപ്പറപ്പിച്ചല്ലേ തിന്നാൻ കൊടുത്ത മുഴുവൻ ഇവിടെ തന്നെ ഒഴിവാക്കി പോയിക്കേ. അയ്യമ്മേന്റെ കുട്ടികളുടെ ബോംബിടാ ഇട്ട ബോംബ് എന്താ ഇന്ന് എന്നെ കാണാൻ വരുന്നവരെ ചില്ലറക്കാരല്ല, കൊമ്പം കാട്ടുന്ന വരുന്നത്. ഇജെന്റെ പൊട്ടത്തരം പറഞ്ഞ് ഞാൻ കല്യാണം മുടക്കാൻ നിൽക്കണ്ട. ഞാനാ മുടക്കിയത്, നിങ്ങളെ മുടക്കിയത്. ഞാൻ പഠിച്ചത് MBA ആണ്. ഇത് കൊണ്ടേയിടാ, അതന്നെ ഞാൻ പറഞ്ഞത്. മണിമിനിറ്റ് ഞാൻ ഊരണ്ടാന്നുണ്ടെ ഇത് കൊണ്ടുപോ. നിങ്ങളെന്താ ആൾക്കാരോടൊക്കെ പറഞ്ഞു MD MA അങ്ങനെ മുടക്കാതിരിക്കുക. ആ ഒരു വരുന്നുണ്ട്, ആ വേഗം കേറി. ഹലോ, ആ നമ്പർ കൊടുക്കേ. ആരാണ്ട്? PWD കോൺട്രാക്ടർ ബൈജോ. ബൈജോ നമ്മളെ പേരിൽ ഞാൻ പരിപാടി വെക്കാൻ നിർത്തി ആരും ഈ കുടുംബത്തേക്ക് തന്നെ കയറ്റാൻ പറ്റൂല. ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം ചേർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ ഇതൊരു പെണ്ണ് കാണലല്ല, ആണ് കാണലാണ്. ഇത് എങ്ങനെയാ നടന്നിട്ടാ മതിയല്ലോ. നിങ്ങൾ ഈ മാറാപ്പെടുത്തി എറിഞ്ഞാൽ കല്യാണം ശരിയാവും. അതാ ബർക്കത്ത് പോയി. ഞാൻ എന്നോട് പറഞ്ഞതല്ലേ 10% കുറഞ്ഞ ഒരു കളിയില്ല. ഇനി ഫോൺ വെക്കാൻ നോക്ക്. ആ ഞാനൊരു മരിച്ച വിട്ട് പോവാ. ശരി, ആര് വിളിച്ചാലും ഞാൻ ലാശം എല്ലായിടത്തും മറ്റമാരായിക്കുള്ളത്. ഈ വളപ്പിൽ എന്നത് കാണാൻ പാടില്ല. എന്താ ഞാൻ പോയത്? എത്ത ഞങ്ങളെ പെരീത്ത കുത്തി കൊല്ലം മാലാക്കി കൗത്തിലിടും. കൊമ്പങ്കാടിന്റെ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. ചെമ്പനും കൊമ്പനും കൂടെ കണക്ഷൻ ഉണ്ടാക്കണം. അങ്ങനെയാണ് ചെമ്പോത്ത് ഉണ്ടാക്കുന്നത്. ഹലോ, മെമ്പർ കുറച്ച് തിരക്കിലാണ്, ഒരു മരണ വീട്ടിലാണ്. ഞങ്ങൾ കുറച്ച് തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. കുറെ നേരമായല്ലോ ഓൻ ആ പൊതിയിട്ട് നടക്കണു. കോൻ്റെ ചോറച്ച് കൊടുക്കല്ലോ. എത്ര നിക്കവിടെ കൊല്ലാതെ ഞാൻ പോവൂല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം. അത് മുടങ്ങി. ഏതേ ലവ് ബേർഡ്സ് കേറി പറഞ്ഞു. വരി എന്താ ശിവു, ശരിക്കും ആരാ മരിച്ചത്? കാണാറട്ടെ. മൂപ്പർക്ക് മോണ്ടോ? പ്രകാശല്ലേ കൽപ്പണിക്കാരെ. കൽപ്പണിക്കാരൻ പ്രാവശ്യം മൂപ്പര മോനാ എന്നാ പറയണ്ടേ? ഈ ഒരു എത്തന്റെ തൊടു കിട്ടിച്ച് എന്തോ ഞാപ്പോ എത്ര പമ്പൈസോ ഇന്റെ തൊടുക്കിട പണിക്ക് ചോരാടാ. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോട്ട് ഞാൻ വന്നു വല്ല അതിക്രമം പഠിക്കുന്നോ? ചെറുക്കൻ എന്താ ചെയ്യണു? ചെറുക്കൻ എന്തും ചെയ്യും. അങ്ങനെ തല്ലോ. എന്നാ ചെറുക്കനെ വിളിച്ചാലോ? മോനെ കാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാല് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രകാശനെ ആശ്വസിപ്പിക്കൂ. ആ ഈ റീൽ എടുക്കണം. ഞാനല്ല മെമ്പർ എടുക്കല്. എനിക്കറിയാ, ഇത് അതുപോലെയല്ല, കുത്തനെടുക്കുക. വന്നോ കോടലി ഞാൻ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ പോവില്ല. എന്താണ് അവിടെ ഒരു ബഹളം? വെള്ളം കൊണ്ടേ എന്നിട്ട് 1 മിനിറ്റ് കൂടരുത്. കാരണം വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് പുറത്താണല്ല. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാല്, അലയും കാറ്റിൻ ഹൃദയം. അന്നോട് ഞാൻ ഒഴിവാക്കാനല്ലേ പറഞ്ഞേ? അയൽവാസികളൊക്കെ പുറത്തേക്ക് ഇറക്കിക്കല്ലേ. അതിന് ഞാൻ എന്നോട് ആ ഫർണിച്ചർ മിഷീനിൽ കത്തിച്ചാലേ പറഞ്ഞേ. എന്നിട്ട് വേണം ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ആ കുടിക്ക് വെള്ളം. ചെമ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ വടുക്കടി പണിക്കും ഈ പെരന്റെ ഈ പാട്ട് വേണം കേറ്റാൻ. ആൾക്കാരെ കണ്ണ് നിറയട്ടോ. എന്നിട്ട് അതിൽ വാട്സപ്പ് സ്റ്റാറ്റസും പോട്ടെ, ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ചെയ്താള്. ഇലക്ഷനൊക്കെ വരാൻ പോണ 10 വോട്ട് അധികം കിട്ടും. അത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് അന്ന് ഇന്നോട് അൻസാർ പറഞ്ഞാണ് അത് എന്തിട്ട് കത്തിച്ചാലും മണക്കൂലാണ്. എനിക്ക് അങ്ങനെ സംശയം അൻസാറാണ് വിളിച്ചേ. ഈ വീഡിയോ പാർട്ടാലേ നമ്മളെ പേജ് റീച്ച് ആവും. പിന്നെ പൈസ ഇട്ടാൻ തുടങ്ങും. ആണോ? വന്നാല് ചുളിപ്പണിക്ക് ഒരാളാണ് എനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ എന്റെ പെണ്ണിനെ ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ചോറും കറി ഉണ്ടാക്കാന് എന്തൊക്കെയാ സുഖല്ലേ? ഇരിക്കി സുഖല്ലേ? അതിനോട് കാര്യം ചോദിച്ചാണ്ട് ഇതിന്റെ കുടലെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ എന്നോട് ഞാൻ എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എക്സാക്ട്ലി. ഇരിക്കി
പ്രകാശ പ്രകാശം ഉള്ളിലല്ലേ മെമ്പറേ? ഈ തിരക്ക് കൂട്ടലടോ മോനെ. പ്രകാശം ഉള്ളില്ലേ? ഉള്ളിൽ ഞാൻ കയറിയിട്ട് വരാം. ഇരിക്കേ. എല്ലാം അൻസാറ ഒന്നും വന്നാ ആ മിസ്സിൽ എന്തൊക്കെ ഇട്ട് കത്തിക്കാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞു കൊടുത്താൽ കാണിച്ചു തരാം. ഇതിക്ക് പമ്പേഴ്സ് ഇട്ടൂടെ? പിന്നെ കൊന്നിട്ടാ ഇതിക്ക്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്തൊക്കെയാ മോളെ? സുഖല്ലേ? പ്രകാശ ഇരിക്കേ. കാണിക്കൂ. കണ്ടജി നമ്മളെ വീട്ടിലുള്ള ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയ തുണികള് കാര്യങ്ങളും ഒക്കെ തീക്ക കൊടുത്തിട്ടാ എന്തും കത്തിച്ച് നാസാകാം. എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തന്തിമേളും ഒക്കെ കൂടെ വന്ന ലോബേഴ്സില്ലേ, അത് 10 തച്ചില്ല തോന്നുന്നു. ചെമ്പാ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. പ്രകാശ സുഖല്ലേ? അച്ഛൻ മരിച്ചൊരു ചെറിയ വിഷമമുണ്ട്. ഉണ്ടാവും പ്രകാശ. നമ്മളെല്ലാരും ജനിച്ചു പോയില്ലേ? എന്നെങ്കിലും ഒരിക്കലും മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ. അത് അതിന്റെ തുണിയല്ലേ? കരിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത തുണി ഇരിക്കേ. ഇത് ഇഗ്നസിന്റെ ഫർണസ് ആണ്. നമുക്ക് ഇതിനകത്ത് എന്ത് വേസ്റ്റ് വീട്ടിലെ ഹരിതകർമ്മ എന്തായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു 5 പവന് മഹറുമാണ്. കൊമ്പ ഞങ്ങളുടെ തറവാട്ടുകാർ 10 പവനിൽ കുറഞ്ഞ് കൊടുത്തിട്ടേ ഇല്ല. എന്താ പറ്റി എന്താണ് ഉറപ്പിച്ചല്ലേ നമുക്ക്? ഉറപ്പിച്ചാ പറ്റാ. പ്രകാശ കണാരേട്ടന്റെ കാര്യത്തില് കുറച്ച് നേരത്തെ ആയിപ്പോയി. നേരത്തെയോ? അച്ഛൻ 99 വയസ്സായിട്ടാ പോയത്. 5 കൊല്ലായിട്ട് ഇവിടെ കിടപ്പേരി. ഉണ്ടാകാത്ത ഏത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിട്ട് കത്തിക്കാൻ പറ്റും. ഇതിൽ ഇവര് പറയണത് എന്താണോ? ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞാല് സ്മെല്ല് പുറത്ത് കരുവൂലെന്നാണ്. അത് നോക്കണം. അപ്പൊ പലിശ അതും വേണ്ട. കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു ഡിമാൻഡ് കൂടി ഉണ്ട്. അത് സബീല് പറഞ്ഞോ? സ്വർണ്ണം എടുക്കണമെങ്കിൽ SS ഗോൾഡ് എടുക്കണം. അവിടെയാണെങ്കിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയിറ്റിൽ ഞാൻ കുറച്ചെണ്ണം നോക്കി വെച്ചിക്കണേ. അവിടെ ആരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. വന്നില്ലെങ്കിലും എല്ലാ വിവരങ്ങളും മെമ്പർ ദിനേശൻ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. പ്രകാശ ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട മോളെ. മനോജ് അങ്ങനെ സംബോധന ഇല്ല കേട്ടോ. കണ്ടോ, മുടി വരെ ഇട്ട് നമുക്ക് കത്തിച്ച മണം വരൂല. നമ്മൾ ആ മുളകും മുടിയൊക്കെ തീക്കിടാൻ കാരണം എന്താണോ? SS ഗോൾഡിനെ പറ്റി എന്നോട് പറഞ്ഞാറുണ്ടാ? എന്റെ 4 പെൺകുട്ടികളെ സ്വർണ്ണം അവിടെ നിർത്തിട്ടാണ് കല്യാണം കഴിച്ചത്. ചെമ്പ ഓള് പറഞ്ഞ ഡിമാൻഡിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ ഉറപ്പിച്ച. എടുത്തു ഒരു കൊല്ലുമ്പാടെ തച്ച് വെച്ച് പോവാണെങ്കിലേ സെൻസിന് അടിക്കണില്ലേ? ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരില്ല എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ്. അത് മാത്രല്ല ഇതിക്ക് പച്ച സാധനങ്ങൾ വരെ ഇട്ട കത്തുന്ന അവര് പറയണത്. ആ ആ ആ അപ്പൊ കല്യാണം ഉറപ്പിച്ചു. ബിരിയാണി വിളമ്പിയോളെ. ക്രിക്കറ്റോ? അച്ഛൻ ഇന്നലെ രാവിലെ 6 മണിക്കാ മരിച്ച്. വൈകുന്നേരം 5 മണിക്ക് മാനാരി ശ്മശാനത്തിൽ അടക്കും ചെയ്യും. കല്യാണം ഉറപ്പിച്ച ഞാനല്ലേ പോരെ? ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് SS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ. ഇത് ഈ താഴെ കാണിച്ച നമ്പറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധനം സൈറ്റിൽ കൊണ്ടുവന്ന് സാധനം തരും. റെഡിയാ? കിട്ടിയോ?